ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞാൻ അച്ചാച്ചൻ്റെ കൃഷി കാണിച്ചു തരാം കേട്ടോ. പ്രാവശ്യം കുറേ ചെടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മുല്ലപ്പൂവുണ്ട്, അത് നല്ല പ്രത്യേകമാണ്. ആ മുല്ലപ്പൂവല്ല, വേറൊരു തരം പൂവാണ്. എനിക്ക് പേര് ഞാൻ മറന്നു, അറിയില്ല. നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ് കേട്ടോ. പിന്നെ ഇവിടെ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പയർ നല്ല നീളം പയറാണ്. എന്ത് നല്ല നീളം പയറാണെന്നറിയോ, കറി വെച്ച് നല്ല ടേസ്റ്റാണ്. ഇതൊന്നല്ല, ബാക്കിൽ പൈനാപ്പിളും കുറേ സാധനങ്ങളുണ്ട്. നല്ല ടേസ്റ്റുള്ള പയറാണ്. അപ്പം ഞാൻ ഇവിടെ കുറേ നേരം നടന്നു. എനിക്കിവിടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തൊക്കെ ഞാൻ നടക്കുമായിരുന്നു. വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണേ. നല്ല രസമുണ്ട് എന്തായാലും നടന്ന് ഓരോന്നൊക്കെ പിടിച്ച് അങ്ങനെ നോക്കിയായിരിക്കാൻ. ഞങ്ങളുടെ കുറേ നേരം നടന്ന് ഇരുന്നു. പിന്നെ അച്ചാച്ചൻ കുറച്ച് കഴിഞ്ഞാൽ പയർ പൊട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പം പോവാന്ന് വിചാരിച്ചിട്ടിരിക്കാൻ ഞാൻ. എനിക്ക് ലക്കീയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പോയി നോക്കാം. എനിക്ക് പേടിയാണ് ശരിക്കും ലക്കീനെ. ലക്കീയുടെ അടുത്തേക്ക് പോയി നോക്കണം. ഇപ്പം പോവാൻ ഞാൻ വിചാരിക്കുക. എന്നാലൊരു പേടി. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോവാണ്. ഇപ്പം പേടി മാറി ഗായ്സ്, ഒന്നും ചെയ്തില്ല. എനിക്ക് ഫസ്റ്റ് പേടിയായിരുന്നു, നല്ല പേടിയായിരുന്നു. ഇപ്പം ഞാൻ എപ്പോഴും ലക്കീയുടെ അടുത്തേക്ക് ഇനി വരും, കളിക്കും. എന്നിട്ട് പിന്നെ പശുവിൻ്റെ അടുത്തേക്ക് വെറുതെ പോയി നോക്കി അങ്ങനെ. പിന്നെ ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് ഒന്ന് പോയി നടന്ന്. ഞാൻ പറഞ്ഞില്ല അച്ചാച്ചൻ പയർ പൊട്ടിക്കുന്ന. ഞങ്ങൾ പയർ പൊട്ടിക്കാൻ നിൽക്കുകയാണേ. ഞങ്ങളവിടെ പയർ പൊട്ടിക്കായിരുന്നു. അച്ചാച്ചൻ പയർ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നല്ല നീളം പയറാണ്. നമുക്ക് കാണാം. കണ്ടോ, വലിയ വലിയ പയറുകളാണേ. ഞങ്ങൾ ഓരോന്നവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നേ. അപ്പം അമ്മേരുടെ അടുത്ത് അച്ചാച്ചൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. നല്ല വലിയ വലിയ പയറുകളാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. കണ്ടോ, വലിയ പയർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. പിന്നെ ഉണ്ണിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഉണ്ണി ഇറങ്ങി. ബായ്.